സംഘർഷപൂരിതമായ ജീവിതത്തെ സന്തോഷകരമാക്കാനുള്ള ഉപാധികളാണ് ജ്ഞാനവും ധ്യാനവും ഗാനവുമെന്ന് ഗുരുദേവ് ശ്രീ രവിശങ്കർ. ഗുരുദേവിന്റെ കേരള സന്ദർശനത്തിന്റെ ഭാഗമായി സിയാൽ ഗോൾഫ് ക്ലബ് മൈതാനത്ത് നടന്ന മെഡിറ്റേഷൻ വിത്ത് കേരള പരിപാടിയിൽ ആയിരക്കണക്കിന് അനുയായികൾ പങ്കെടുത്തു. സംഘർഷമാണ് ഒരു ജീവിതത്തെ ആഘോഷമായി മാറ്റും என்றால் ധ്യാനം ജ്ഞാനം ഗാനം ரொம்ப அவசியம். It is meditation that brings sense to our life, upliftment to our life. ജീവിതം ഒരു കളിയായി മാറണമെന്ന ധ്യാനം ആവശ്യം. ധ്യാനമില്ലെങ്കിൽ വേദന, മാനസിക വേദന, ശാരീരിക വേദന ഇതെല്ലാം കൂടുതലായി വന്നിട്ടുണ്ട്. Today in the world, when 1/3 of the population is suffering from some sort of anxiety, mental illness, it's India which is going to show the way for a happy and healthy living. ആർട്ട് ഓഫ് ലിവിംഗിന്റെ മെഡിറ്റേറ്റ്സ് വിത്ത് കേരള പരിപാടിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗുരുദേവ് ശ്രീ രവിശങ്കർ. മാനസിക ഉന്നമനത്തിനായുള്ള ശക്തമായ മാർഗമാണ് ധ്യാനമെന്ന് അദ്ദേഹം പറഞ്ഞു. ആധ്യാത്മികത ആളുകളെ ഒന്നിപ്പിക്കുന്നു. വേദാന്തവും വിജ്ഞാനവും ഒന്നുചേർന്ന യുഗമാണിതെന്നും നൂതനവും പുരാതനവും ഒരുപോലെ സമൂഹം സ്വീകരിക്കണമെന്നും ഗുരുദേവ് ആഹ്വാനം ചെയ്തു. ഭാരതത്തിലെ തനത് സംസ്കാരത്തിലൂന്നി വളരാൻ മാതാപിതാക്കൾ കുട്ടികളെ പരിശീലിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. The Adhyatmic knowledge of this country is creating revolution in the world. It is bringing people together of all different ideologies, culture, mindsets, and to realize that in life we have to serve each other and make life purposeful and useful. ഭജനഗീതങ്ങളുടെ അകമ്പടിയോടെ ആയിരക്കണക്കിന് വരുന്ന അനുയായികളുടെ ആദരം ഏറ്റുവാങ്ങിയാണ് ഗുരുദേവ് വേദിയിലെത്തിയത്. സദസ്സിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് ധ്യാനക്രിയകളും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. ജനം, കൊച്ചി.